നമസ്കാരം. നയന ക്രിയേഷൻസിൽ ഇന്നൊരു റാപ്പ് അറൗണ്ടാണ് തയ്ക്കാൻ പോണത്. അതെങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ്: നീളം 29 ഇഞ്ച്, അരവണ്ണം 30 ഇഞ്ച്. ആ 30 ഇഞ്ചിൻ്റെ പകുതി ഫ്രണ്ട് 15 ഇഞ്ച്, പിന്നെ അതിൻ്റെ കൂടെ ബാക്ക് സൈഡിലേക്ക് 15 ഇഞ്ച്, പിന്നെ ഓവർലാപ്പ് 15 ഇഞ്ച്. അങ്ങനെ മൊത്തം 15 ഇഞ്ച്. 15 ഇഞ്ച് ഇൻറ്റു 3 = 45 ഇഞ്ചാണ് വരുന്നത്. ഈ 45 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ 11.25 ഇഞ്ച് കിട്ടും. ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ചാണ് വരുന്നത്. 44 ഇഞ്ച് വീതിയിൽ 2.5 മീറ്റർ തുണി. അപ്പോൾ ഇതൊരു 2.5 മീറ്റർ തുണിയാണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഇതേപോലെ നടുമടക്കുമ്പോൾ നമുക്ക് ഇവിടെ മടക്ക് ഭാഗം കിട്ടും. ബാക്കി 3 സൈഡും തുറന്ന ഭാഗമാണ് കിട്ടുക. ഇനി ഈ മടങ്ങിയിരിക്കണ ആ ഭാഗത്തേക്ക് ഫോൾഡ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ പോയിൻ്റ് ഇതേപോലെ തുറന്നിരിക്കണ ഭാഗം കോണായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ 4 മടക്കായി തുണി. ഇതിപ്പോൾ തുണി 4ആക്കി മടക്കി വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഈ കോണായിട്ട് വരുന്ന ഈ ഭാഗത്ത് 11.25 ഇഞ്ച് നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 11.25 എന്ന് പറയുന്നത് നമ്മൾ 45 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിപ്പോൾ കിട്ടിയതാണ് 11.25 ഇഞ്ച്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി ഈ മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ തയ്യൽ വരിക. അപ്പോൾ ഈ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മോൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 11.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അരഭാഗത്ത്. എന്നിട്ട് റൗണ്ട് ആയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനിൻ്റെ അവിടുന്ന് താഴ്ഭാഗത്തേക്ക് എത്രയാണോ നമുക്ക് നീളം ആവശ്യമുള്ളത് അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ആ നീളം തന്നെ ടേപ്പ് ഇങ്ങനെ മാറ്റി വെച്ച് എല്ലായിടത്തും ആ സെയിം അളവ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 29 ഇഞ്ച് നീളമുള്ള പാവാടയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പാവാടയ്ക്ക് അതിനേക്കാളും കൂടുതൽ നീളം വേണമെന്നുണ്ടെങ്കിൽ ഈ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ ഒരു 2.5 മീറ്ററിന് പകരം 3.5 മീറ്റർ തുണി അല്ലെങ്കിൽ 3 മീറ്റർ തുണി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നീളം ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും തുണി. അല്ലാന്നുണ്ടെങ്കിൽ 52 ഇഞ്ച് വീതിയുള്ള തുണി, 60 ഇഞ്ച് വീതിയുള്ള തുണിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നീളത്തിലുള്ള പാവാട കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ അളവ് തന്നെ എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോൾ ഭാഗത്ത് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റണ ഭാഗത്തുള്ള ഈ തുണി കൊണ്ടാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് ഉണ്ടാക്കുക. അപ്പോൾ വേസ്റ്റ് ബാൻഡ് മുഴുവനായിട്ട് കിട്ടില്ല, അത് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തുണി ഇതേപോലെയാണ് ഉണ്ടാവുക. തുണി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 അറ്റം ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. അതേപോലെ അടിഭാഗം ഫുള്ളായിട്ട് ഈ റൗണ്ട് ഇതേപോലെ മടക്കി തയ്ക്കണം. അതിന് ശേഷം വേസ്റ്റ് ബാൻഡും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ റാപ്പ് റൗണ്ട് റെഡിയായി. അപ്പോൾ ഇത് ഫ്രണ്ട്, പിന്നെ ഒരു ബാക്ക്, ഒരു ഭാഗം ഓവർലാപ്പ്. 44 ഇഞ്ച് വീതി, 2.5 മീറ്റർ നീളമുള്ള തുണിയാണ്. തുണി നമ്മൾ നീളഭാഗം 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഈ തുണി നമ്മൾ നീളം 2ആക്കി മടക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോൾഡായിട്ടുള്ള ഭാഗം ഇവിടെയാണ് വരുന്നത്. ഈ ഭാഗത്ത് 44 ഇഞ്ചാണ് വീതി വരുന്നത്. ഇത് വീതി ഭാഗമാണ്. അപ്പോൾ ഈ ഫോൾഡായിട്ടുള്ള ഭാഗം, ഈ തുറന്ന ഭാഗം, ഈ മൂലഭാഗത്തുനിന്ന്
ഈ തുറന്നിരിക്കുന്ന ഭാഗം, ഈ ഭാഗം തുറന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മൂലയ്ക്ക് നിന്ന് ഇത് കോണായിട്ട് മടക്കി വയ്ക്കണം. അപ്പോൾ ഈ തുണി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ഇനി അളവെടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് തുറന്ന ഭാഗമുണ്ട്, പിന്നെ ഒരു മടക്കുവശവും വരുന്നുണ്ട്. ഈ കോണാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ 11.25 ഇഞ്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ 11.25 ഇഞ്ച് നമുക്ക് വരുന്നത് അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ 11.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേ അളവ് ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ലൈൻ വരച്ചതിന് ശേഷം ഈ ലൈനിൻ്റെ അവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി വെട്ടുണ്ട്. അത് മോൾ ഭാഗത്തേക്കാണ് വെട്ടണത്. അതെന്തിനാ വെച്ചാൽ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണത്. വേസ്റ്റ് ബാൻഡ് നമ്മൾ ഈ പാവാടയമ വെച്ച് തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമാണ്. അപ്പോൾ ഈ അരഭാഗം 11.25 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ലൈനിൻ്റെ അവിടുന്ന് താഴത്തേക്ക് നമുക്ക് പാവാടയ്ക്ക് ആവശ്യത്തിനുള്ള നീളം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 29 ഇഞ്ച് നീളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 29 ഇഞ്ച് നീളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോണാക്കി മടക്കി വെച്ചതിന് ശേഷം ആ പോയിൻ്റ് തൊട്ട് നമ്മൾ ഈ നീളം 29 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം വരെ മൊത്തം 44 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 44 ഇഞ്ച് ഈ പോയിൻറ്റിൻ്റെ അവിടെ ടേപ്പ് പിടിച്ചിട്ട് 44 ഇഞ്ച് നീളം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ റൗണ്ടാക്കി വരച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും 44 ഇഞ്ച് തന്നെ ഉണ്ടായിരിക്കണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ മോൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗത്താണ് കട്ട് ചെയ്യണത്. ഇതേപോലെ അടിഭാഗത്തും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാവാടയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് ബാക്കി വന്നിട്ടുള്ള ഈ തുണിയിൽ നിന്ന് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിലാണ് തുണി എടുക്കാൻ പോണത്. നീളം നമുക്ക് ആവശ്യത്തിനുള്ളത് ജോയിൻ ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയിൽ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാവാടയ്ക്ക് 45 ഇഞ്ചാണ് വേസ്റ്റ് ഉള്ളത്. അതിനേക്കാളും കൂടുതൽ വേണം വേസ്റ്റ് ബാൻഡിൻ്റെ നീളം. ഇപ്പോൾ റാപ്പ് അറൗണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രണ്ട്, ഒരു ബാക്ക്, പിന്നെ ഒരു ഓവർലാപ്പ്. ഇതേപോലെയാണ് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി 2 ഭാഗത്തും ഓപ്പൺ വരുന്ന ഭാഗം ഇതേപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഇത് 2 ഭാഗവും ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഫുൾ റൗണ്ട് ഇതേപോലെ തയ്ച്ചെടുക്കണം. ആദ്യം ഒരു മടക്ക് മടക്കുക, അതിന് ശേഷം ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഫുൾ റൗണ്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ പാവാടയിൽ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കുന്ന സമയത്ത് പാവാടയുടെ ഇടത് ഭാഗത്ത് 15 ഇഞ്ച് നീളം കൂടുതൽ പാവാട കഴിഞ്ഞിട്ട് വേണം. ഇപ്പോൾ ബാൻഡിൻ്റെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് പാവാടയുടെ ചീത്ത വശത്തിൻ്റെ മുകളിൽ ബാൻഡിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം.
പാവാടയും പാൻറ്റും കൂടിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ പാവാടയും വേസ്റ്റ് പാൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാവാട ചുറ്റി കെട്ടാൻ വേണ്ടിയിട്ട് ബാൻഡ് പിടിപ്പിച്ച സമയത്ത് ഇടത് ഭാഗത്ത് 15 ഇഞ്ചും വലത് ഭാഗത്ത് 20 ഇഞ്ചും നീളം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ നീളം കൂടുതൽ വെച്ചിട്ടുള്ള ആ ബാൻഡിൻ്റെ ഭാഗം രണ്ടറ്റും 1/2 ഇഞ്ച് വീതം മടക്കിയതിന് ശേഷം നടുഭാഗം ഒന്നും കൂടി ഇതേപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ 45 ഇഞ്ച് നമ്മുടെ റാപ്പ് അറൗണ്ടിൻ്റെ അരവണ്ണം വരുന്നുണ്ട്. അത് കൂടാതെ ഈ വേസ്റ്റ് പാൻറ്റ് ഒരു ഭാഗത്ത് 15 ഇഞ്ചും ഒരു ഭാഗത്ത് 20 ഇഞ്ചും കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ റാപ്പ് റൗണ്ടിൻ്റെ തയ്യൽ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പഴയ സാരി വെച്ചിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. സാരിക്ക് 44 ഇഞ്ച് വീതിയാണ് ഉണ്ടായിരുന്നത്. സാരിയിൽ നിന്ന് ഞാൻ 2.5 മീറ്റർ മുറിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.